പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു കൊള്ളുക. പിശാചിന്റെ എന്തിനോടാണ് എതിർത്ത് നിൽക്കേണ്ടത്? തന്ത്രങ്ങളോട്. തന്ത്രങ്ങളോട്. തന്ത്രങ്ങൾ എവിടാ? തന്ത്രങ്ങൾ, ഒരാള് തന്ത്രം പയറ്റുന്നത് എവിടെയാ? മനസ്സിലാ. നമ്മളെ ഒരു തന്ത്രം കൊണ്ട് നമ്മെ വന്ന് ശരീരത്തെ, നമ്മുടെ ചെകിട്ടത്ത് അടിക്കാൻ ഒക്കത്തില്ല. ഒരു തന്ത്രം ഉപയോഗിച്ച്, ഒരു തന്ത്രം ഉപയോഗിച്ച് പിശാച് ഇങ്ങോട്ട് വന്ന് നമ്മുടെ തലക്കിട്ടടിക്കാൻ പറ്റൂ? പറ്റത്തില്ല. ഒരു തന്ത്രം ഉപയോഗിച്ച് പിശാചിന് നമ്മെ വന്ന് തെള്ളി പുഷ് ചെയ്ത് നമ്മെ താഴെ ഇടാൻ പറ്റുമോ? പറ്റത്തില്ല. തന്ത്രം ഉപയോഗിക്കുന്നത് അവൻ വലിയ തന്ത്രശാലിയാണ്, അവൻ വലിയ സൂത്രശാലിയാണ് എന്നൊക്കെ നാം പറയാറുണ്ട്. തന്ത്രം ഉപയോഗിക്കുന്നത് എവിടെയാ? നമ്മുടെ മണ്ഡലത്തില്, നമ്മുടെ മനസ്സിലാ തന്ത്രം. അപ്പോൾ പിശാചിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? തന്ത്രം. പിശാചിന്റെ കയ്യിൽ തന്ത്രം മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് ആ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന്, എന്തിനോട് എതിർത്ത് നിൽക്കേണ്ടത്? പിശാചിനെ പരാജയപ്പെടുത്തണ്ട. അവനെ ആരാ പരാജയപ്പെടുത്തിയത്? യേശു പരാജയപ്പെടുത്തി. കാൽവറി ക്രൂശിൽ പരാജയപ്പെടുത്തി. ഇനിയും അവന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുക.